ഹായ് എല്ലാവരും നമുക്കിന്നൊരു കാര്യം കാണാം. ഞാനേ ഈ അനിയൻകുട്ടനെ കൊണ്ട് താണ്ട് അവിടെ ഒരു തടിയുടെ മുട്ട് കീറിക്കാൻ ചെന്നപ്പോൾ ഒരു സൂത്രം കണ്ടു. ഞാൻ എന്നും ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ പ്ലാവിലെ ചക്ക തുറന്ന് വെച്ച ചക്കയ്ക്ക് എന്ത് സംഭവിച്ചെന്നറിയണ്ടേ? വാ നോക്കാം. കണ്ടനെ കപ്പത്തോട്ടമൊക്കെ നിങ്ങൾ കണ്ടോ? എടാ പിള്ളേരെ, ഇതാണ് നമ്മുടെ ചക്കപ്ലാവ്. കാണിക്കാൻ കണ്ടോ കണ്ടോ നമ്മുടെ ചക്ക. ഈ ചക്ക ഒരു ദിവസം വിളഞ്ഞോന്നറിയാൻ വേവിക്കാനും കണ്ടു. ഈ മുള്ളു നിരന്നുകൊണ്ട് ഞാൻ തുളയിട്ടപ്പോൾ കണ്ണേട്ടൻ ചോദിച്ചു, ഇത് ഈ പൊട്ടിയൊക്കെ നീ തുളയിട്ട് നോക്കി, നിനക്ക് വലിയ ഏനകടാണ്. അപ്പോൾ ഇന്ന് തന്നെ അടുത്തു ഗ്യാസ് പണി മുടക്കിയപ്പോൾ അനിയങ്ങോട്ടോണ്ട് പറയടാ അതൊന്ന് പൊട്ടിക്കടാ എന്ന് പറഞ്ഞു. അവനത് പൊട്ടിക്കാൻ വന്നപ്പോഴാണ് ഞാനിങ്ങോട്ട് നോക്കുമ്പോൾ ഇതിനെന്തോ ഒരു പ്രശ്നം. ഞാൻ നോക്കിയപ്പോൾ നോക്കടാ ബ്ലിമ്പും പഴുത്ത ചക്ക. പക്ഷെ വേവിച്ച് തിന്നാൻ പറ്റിയില്ല, പഴുത്ത ചക്ക. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ചക്ക കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ടാ ഞാൻ കാലം ഉരുട്ടിയിട്ടാക്കിട്ട്. അപ്പോൾ ചക്ക പഴുത്തതാണോ ഇനി ഞാൻ തുറന്ന് വെച്ച് പഴുത്തതാണോ എന്ന് അറിയത്തില്ല. എന്തായാലും ചക്ക കിട്ടി. അപ്പോൾ നമുക്ക് അടുത്ത് വേറൊരു സംഭവം കാണിച്ചു തരാതെ. ചക്ക സൂക്ഷിച്ച് വെച്ചിട്ടില്ല. അപ്പോൾ ചക്ക കിട്ടി. ഇനി ഞാൻ നിങ്ങളെ കുറേ നാളായിട്ട് കാണിക്കണമെന്ന് വിചാരിച്ച സംഭവമാണ് നമ്മുടെ കണ്ണേറ്റൻ്റെ കൃഷിത്തോട്ടം. ഇതുണ്ടോ, ഇഷ്ടം പോലെ കാന്താരിയുണ്ട്. കണ്ടോ, കാന്താരി, വാഴക്കൊല. കണ്ടോ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് നമ്മുടെ കണ്ണൻ്റെ കപ്പത്തോട്ടം. കണ്ടോ, കണ്ണേറ്റൻ്റെ കപ്പത്തോട്ടം. ഈ കപ്പത്തോട്ടത്തിൽ ഞാനൊരു സൂത്രം കണ്ടു കഴിഞ്ഞ ദിവസം. അതെന്താണ് കാണണോ? നോക്കടാ പിള്ളേരെ, കപ്പയ്ക്കകത്ത് 2 പാവയ്ക്ക. അതെന്താണ് അതിൻ്റെ വള്ളി വാടിയത്? കണ്ടോ? അപ്പോൾ അത് പറിക്കണ്ടേ? എങ്ങനെ പറിക്കുന്നു? ഏതായിട്ട് വരുന്നില്ലടാ. ഇതിപ്പോൾ വള്ളി പറിച്ചിട്ട് അങ്ങനെ തന്നെ തലകൾ. അപ്പോൾ കണ്ണേട്ടൻ്റെ കൃഷിത്തോട്ടത്തിലെ പാവയ്ക്ക. പിന്നെ നോക്ക്, കപ്പ മൊത്തം കാണിക്കണ. കണ്ടോ കപ്പത്തോട്ടം. ഇന്നാളെ നമ്മളിത് ഇവിടെ ഇരുന്നാണ് ലൈവ് ചെയ്തിട്ട് പടർന്ന് വീണത്. ഈ കുറ്റിയിലിരുന്ന് നമ്മൾ കപ്പത്തോട്ടത്തിൽ കുറ്റി കാണിക്കും. കുറ്റി ഇതുണ്ടോ, ഇവിടെ ഇരുന്ന് ലൈവ് ചെയ്ത് നമ്മൾ പടർന്ന് വീണ. കണ്ടോ, ഇതാണ് കണ്ണേട്ടൻ്റെ കൃഷിസ്ഥലം. ഇന്നലെ വെള്ളം ഒഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. കണ്ടോ? അപ്പോൾ ഈ 2 കാര്യങ്ങൾ കാണിക്കാനാണ് കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട്. കണ്ണേട്ടൻ എവിടെ? കണ്ണേട്ടൻ കപ്പയ്ക്ക് വെള്ളം ഒഴിക്കുക, കപ്പയ്ക്ക് കിളയ്ക്കുക, വളമിടുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പോൾ ഇതാണ് നമ്മളിവിടെ താമസിക്കാൻ വരുമ്പോൾ ഇവിടെ മുഴുവൻ കാട് പോലെ പറമ്പായി കിടന്ന, ഭയങ്കര കാടായിട്ട് കിടന്ന പറമ്പ. ഇവിടെ വന്ന് നമ്മളാണ് ഇതെല്ലാം കപ്പ ഇട്ടു. കപ്പയൊക്കെ വലുതായി. പിന്നെ ചക്ക വലുതായി വീഴുന്നു. ചക്ക പഴുത്തു പോകാൻ വളരെ ഇടം ഇങ്ങോട്ട് പോവാം. കപ്പ വീണു. ഇവിടെ എല്ലാം കാന്താരി ഉണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് കാന്താരിയാണ്. അപ്പോൾ പാവയ്ക്ക കിട്ടി. ഇവിടെ പാവയ്ക്ക എനിക്കിഷ്ടമല്ല, കാണാൻ ഇഷ്ടമല്ല. പക്ഷെ പൊന്നൂസ് നീ ഇഷ്ടമാണല്ലോ പാവയ്ക്ക. ഇവനും പാവയ്ക്ക ഒന്നും തരത്തില്ല, പക്ഷെ പൊന്നൂസ് കഴിക്കും. ചക്ക എൻ്റെ പിള്ളേരും ഇങ്ങോട്ട് നോക്കടാ, ചക്ക നീങ്ങുന്നുണ്ടേ. പക്ഷെ ഇത് എടാ, നിൻ്റെ അഭിപ്രായത്തിൽ ഇത് വിളഞ്ഞു പഴുത്തതാണോ ഞാൻ കുത്തിപ്പഴുപ്പിച്ചതാണോ? കുത്തിപ്പഴുപ്പിച്ചതാ? പോടാ, കണ്ടിച്ച് നോക്കാം. ഇത് വിളഞ്ഞു പഴുത്താലേ അധ്യായം എന്നെ കൊല്ലും. പിള്ളേരെ പ്രാർത്ഥിച്ചോണം കേട്ടോ. ഭഗവാനേ ഈശ്വരാ, ഇത് വിളഞ്ഞു പഴുത്തതായിരിക്കണം. മണം വരുന്നില്ലടോ, വാടിപ്പഴുത്തതായോ? നോക്കണം, നീ നോക്ക്. ഞാൻ നോക്കണോ നീ നോക്കണോ? ചീഞ്ഞു പോയതാ, നോക്കൂ. എന്നാലും ഞാൻ കുത്തിപ്പഴുപ്പിച്ചത് അതുണ്ടോ. എനിക്ക് ഓടിയ ഒരു സ്ഥലം അത് ഞാൻ കണ്ടിച്ചതിൻ്റെയാണേ. തുളയിട്ടതിൻ്റെയാ. വിളഞ്ഞൊന്ന് നോക്കാൻ തുളയിട്ടില്ലേ. പക്ഷെ ഇത് കണ്ണ് കിട്ടിയതാ കൂടുതലും കേട്ടോ. കൂഴച്ചക്കയാ, അതുകൊണ്ട് വാടിപ്പഴുത്തതാ. ഇന്ന് കണ്ണം കൊല്ലൂടാ, ഞാൻ ഓടി രക്ഷപ്പെട്ടു. നോവേ, ഇത് ഞാൻ ആക്രമിച്ച സ്ഥിതിക്ക് അത് വാടിപ്പഴുത്ത അത്രയും ഭാഗം കണ്ടോ
തുളയിട്ട സ്ഥലത്താണ് ഈ പരുക്ക് പറ്റിയിരിക്കുന്നത്. പക്ഷെ അങ്ങനെ തുളയിടുമ്പോൾ പഴുക്ക് പറ്റേണ്ടതല്ല. പക്ഷേ ഞാനിത് വിളഞ്ഞോന്ന് ഇങ്ങനെ ചൂഴ്ന്ന് നോക്കിയ സ്ഥലത്താണ് ഈ മാരകമായ പരുക്ക് ചക്കയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. അവിടെയാണ് കേട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വാടിപ്പോയി, ചക്ക പഴുത്തില്ല പോയി. ഫസ്റ്റ് ചക്ക തന്നെ ഫ്ലോപ്പായിപ്പോയി. വിളയാതെ തന്നെ ഞാൻ അതിനെ അതിദാരുണമായി ഞാൻ എന്നും രാവിലെ എഴുന്നേറ്റ് വന്ന് കണ്ണനെ കൊണ്ട് പോലും ഈ മണ്ടയ്ക്കൊരു ചക്കയുണ്ടല്ലോ റാനിയ, അത് വിളഞ്ഞിട്ടുണ്ടാവുമോ? തുളയിട്ട് നോക്കിയാലോ. മണ്ടയ്ക്കൊരു ചക്കയുണ്ട്. ഒരു ചക്കയല്ല, ഒരുപാട് ചക്കയുണ്ട്. എന്നാലും എൻ്റെ ചക്ക കാറ്റ് നോക്കി കള്ളനായിൻ്റെ മുമ്പ് ചക്കയാ. നോക്ക്, ഒരു തുളയിട്ട് നുരഞ്ഞു നോക്കിയതാണ് ഞാനിത് വിളഞ്ഞു വന്നു. ഇവനുണ്ടല്ലോ നമ്മുടെ അക്ഷരം തെറ്റാതെ നമ്മുടെ ലൈവിൽ വിളിക്കുന്ന നമുക്ക് കള്ളക്കടയാടി ചക്ക എന്നോട് വേണമായിരുന്നോ? കണ്ടോ? ഇനി ഇത് നമുക്ക് ഒളിപ്പിക്കാം. വാ, അശ്വം കാണാതെ ഒളിപ്പിക്കാം. വാ, എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോൾ കണ്ണം കാണാതെ ഒളിപ്പിക്കുന്ന സ്ഥലം എവിടെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. വാ, സ്പീഡിൽ പോകണം. അതൊക്കെ പോയാൽ പെട്ടെന്ന് വന്നാൽ കണ്ടുപിടിക്കും. നിങ്ങൾ കണ്ണേട്ടനോട് പറഞ്ഞു കൊടുക്കരുതേ, ഇത് നേരത്തെ എന്തിനോ കുഴിച്ചൊരു കുഴിയാണ്. എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കി പാളിപ്പോയാൽ ഉടനെ തെങ്ങി കുഴിച്ചിട്ടുണ്ട്. കണ്ടാ, പോലൊക്കെ പോയി അങ്ങനെ അതിനകത്ത് കൊണ്ടിടും. ഇന്നാളിതുപോലെ ഭയങ്കര മഴ പെയ്തൊരു സമയം. ഇപ്പോഴാണ് കണ്ണിട്ട് അതറിയാൻ പോകുന്നത്. ഭയങ്കര മഴ പെയ്തൊരു സമയത്ത് കണ്ണിൻ്റെ നിക്കർ അലക്കിയിട്ടിട്ട് ഉണങ്ങിയില്ല. കണ്ണൻ ആലോചിച്ച് നീ നിക്കർ ഇളക്കിയിട്ട് ഉണങ്ങില്ല, 5-6 നിക്കറുള്ളപ്പോൾ ഉണങ്ങില്ലെന്ന് പറഞ്ഞാൽ മോശമല്ലേ. ഞാനടുത്ത് കണ്ടം കുളിച്ചിട്ട് പോവാ, സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഞാൻ കണ്ടില്ല എവിടെ ഇരിക്കുന്നത്, നോക്കിയിട്ട് വന്നു. ഇങ്ങനെ കുളിക്കാൻ പോയ സമയത്ത് ഞാൻ വലിയൊരു അടപ്പെടുത്ത് അടുപ്പേ വെച്ചു ചട്ടി എടുത്ത് അതിൻ്റെ പുറത്തിട്ട്. പിന്നെ അത് കഴിഞ്ഞ് കാക്കി മറ്റു കാര്യങ്ങൾ എടുക്കാൻ പോയി ഇത് മറന്നുപോയി. ഞാൻ ഒന്ന് നോക്കുമ്പോൾ നിക്കറിൻ്റെ നടുക്ക് തന്നെ 2-3 തുള, അതും അവിടെ കൊണ്ട് നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് മണ്ടത്തരം കാണിച്ചാലും നമ്മൾ രഹസ്യത്തോടെ സൂക്ഷിക്കുന്ന പറമ്പ് കുഴി അതായത് കൃഷ്ണാമ്മ അറിഞ്ഞ് ആ കുഴി അടയ്ക്കാതെ വെച്ചത് എനിക്ക് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം. കണ്ണേട്ടൻ്റെ കപ്പത്തോട്ടവും എന്തൊക്കെ ഇതുണ്ട്. ഇത് കണ്ടോ പിള്ളേരെ, ഇങ്ങോട്ട് നോക്ക്. കണ്ട അപ്പുറത്തെ പറമ്പിലെ പ്ലാവിലെ ചക്കയാണ്. ഇവിടെ നിന്ന് വീഡിയോ എടുത്താൽ ചിലപ്പോൾ നമ്മൾ ലൈവായി തട്ടിപ്പോവും. എന്നും ഇതിനകത്ത് നിന്ന് ഓരോ ചക്ക, അത് എന്തുമാത്രം ചക്ക വീണെന്നറിയോ. ഇങ്ങനെ വീണ് ഞാനെടുത്ത് അപ്പുറത്തിടും. ഇത് എന്താണെന്നറിയില്ല, ആ പ്ലാവിലെ ചക്ക കഴിഞ്ഞ വർഷം ഇങ്ങനെ തന്നെയായിരുന്നു, താഴെ വീഴുക. അതെന്നാണെന്നറിയിട്ടില്ല. എന്തായാലും അപ്പോൾ നമ്മുടെ നിങ്ങളും ഞാനും എല്ലാം നോക്കിയിരുന്ന എന്തുമാത്രം പ്രാവശ്യം ഞാൻ ലൈവിൽ നിങ്ങളെ കാണിക്കുന്നതാണ്. ആ ചക്ക വളഞ്ഞോന്ന് നോക്കി കണ്ട. നിങ്ങൾ പറഞ്ഞ കാരണം ഞാൻ എപ്പോഴും പോയത് തുറന്ന് നോക്കുന്നത്. എവിടെല്ലാം തുറന്നിട്ടുണ്ടെന്നറിയോ. ആ തുറന്നത് കൊണ്ടാണ് ഇത് വാടി ചീഞ്ഞു പോയത്. കണ്ണാ എൻ്റെ നിങ്ങളുടെ എല്ലാം കണ്ണാ. അപ്പോൾ ആദ്യത്തെ ചക്കയുടെ അവസ്ഥ ഇതാ. ഇനി അടുത്ത ചക്ക, പക്ഷേ അത് അത്രയും പൊക്കത്തിലാണ്, നമ്മൾ എങ്ങനെ തുറന്ന് നോക്കും. നോക്കാം. എന്തായാലും ഇത് ഇവിടെ കൊണ്ട് കളഞ്ഞിട്ട് വരട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ.